സമാഗമത്തിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒ മാധവൻ. സമാഗമത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു അതിയായ താല്പര്യം. അതിൻ്റെ മുന്നോടിയായി ശ്രീമതി കവിയൂർ പൊന്നമ്മയുടെ എപ്പിസോഡിൽ അദ്ദേഹം അതിഥിയായി എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഞങ്ങൾക്ക് വലിയൊരു ദുഃഖമായി മാറി. ഇന്നത്തെ സമാഗമം യശശരീരനായ ഒ മാധവൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വരിക ഗന്ധർവഗായക വീണ്ടും വരിക കാത്തു നിൽക്കുന്നിതാ കാലം തരിക മാനവാത്മാവിൻ്റെ ശോക മധുരനാദ മലർ മഞ്ജരികൾ. വരിക ഗന്ധർവഗായക വീണ്ടും വരിക കാത്തു നിൽക്കുന്നിതാ കാലം തരിക മാനവാത്മാവിൻ്റെ ശോക. അപ്പം ഞങ്ങൾക്ക് ഈ മാധവൻ സഖാവേന്ന് വിളിക്കാനൊരു ബുദ്ധിമുട്ട്. കുറേ കഴിഞ്ഞ് അത് മാൻസാവായിപ്പോയി. മാധവൻ സഖാവ് തേഞ്ഞ് മാൻസാവ്. ഇത് മാട്ടൻ. ശരി. കാളിദാസ കലാകേന്ദ്രത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പൊന്നമ്മ ചേച്ചിക്ക് ഏതാണ്ട് എന്ത് പ്രായം കാണും? പ്രായം 18 വയസ്സുണ്ട്. 15-16-17 വയസ്സൊക്കെയാണ്. വന്ന് ആരൊക്കെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ച് വിട്ടുകൂടായിരുന്നു? അന്നോ? അതിന് മുമ്പ് ഒരു ആലോചന. അയ്യോ ആണോ? അയ്യോ അതൊന്നും പറയല്ലേ. സത്യം പറഞ്ഞാൽ നമുക്കൊരു ദുഃഖം തോന്നുന്നൊരു സമാഗമമാണ് ഇന്ന്. നമ്മൾ ഇതേവരെ അങ്ങനൊരു സമാഗമം നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ ഒരുപാട് ആളുകൾ വന്നു, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നു, അങ്ങനെ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു സമാഗമമാണ് ഇതേവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് മാധവൻ സാറിൻ്റെ മാത്രമാണ് ഇങ്ങനെ, അദ്ദേഹം ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മുകേഷൊന്നും ഇങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു സന്തോഷം തോന്നുന്ന ഒരു പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളൊക്കത്തില്ല, വിളിച്ചതാ പല പ്രാവശ്യം. അതെ. മുകേഷിന് എന്താണ് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ അച്ഛൻ കള്ളം പറയില്ല ഒരിക്കലും. ഇനി എന്ത് പ്രശ്നം വന്നാലും പുള്ളി കള്ളം പറയില്ല. അതിന് ന്യായത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് നിൽക്കും. അപ്പം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നാടക മത്സരത്തിന് ഒരു നല്ല നാടകം, പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇറക്കിയത്. കുറച്ച് നേരത്തെ ഇറക്കി. അപ്പം ഈ കൊല്ലം ആ നാടകം കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ഒരു നിയമ തടസ്സമുണ്ട്. പക്ഷെ ആർക്കും അറിഞ്ഞൂടാ. ഒരു പ്രാവശ്യം അങ്ങോട്ട് കളിച്ചിട്ട് പിന്നെ മാറ്റി വെച്ചു. പക്ഷേ ഇത് പിന്നീട് വീണ്ടും മത്സരത്തിന് പോകാം, അതാരും ചോദ്യം ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും അങ്ങനെ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇത് നല്ല ഇതാണെന്നല്ല പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, അല്ല അത് നമ്മൾ അന്ന് അല്ല അതിപ്പോൾ ആരും അറിഞ്ഞൂടല്ലോ, എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞ അല്ല അതപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു. എന്നോടാരും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് നേരത്തെ പിന്നെ വിട്ടില്ല. കാര്യം പുള്ളി പറയുമെന്ന് അറിയാം. കാര്യം അങ്ങനെ വരെ, അതായത് നമുക്ക് ഈ സ്വന്തം ട്രൂപ്പിൽ തന്നെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവം വേണ്ട. അപ്പോൾ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നപ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്നത് ഭയങ്കര തമാശയാണ്. എനിക്കെതിരായിട്ട് നിൽക്കുന്ന സഖാവ് ഒ മാധവൻ ഒരു വലിയ നടനാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ച് ആൾക്കാരെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട ആളാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ച് വെറും ഒരു പഞ്ചായത്ത് മെമ്പറാക്കി ഇവിടെ നിർത്തരുത്. അഥവാ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിൽക്കും, ഈ സമയം കൂടെ അദ്ദേഹം നാടകത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. കാരണം വെച്ചാൽ ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല, ദുഷിപ്പ് പറയാനില്ല. അത് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനൊക്കെ കാണുന്ന വളരെ പുതുമയേറിയ ഒരു സംഭവമായിരിക്കും. വ്യക്തിഹത്യ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ നല്ല ഗുണം എടുത്തിട്ടൊരു ആ ഗുണം തടസ്സപ്പെടുത്തി കളയരുത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിടണേ എന്ന് പറയുന്ന അങ്ങനത്തെ. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലേ? എന്റെ ഓർമ്മയ കാലം മുതൽക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും കുറെ കാലം കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അത് പിന്നെ ആ സമയത്തൊക്കെ വളരെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സിനിമ അഭിനയിക്കുന്നു.
ഒരു ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 10 മണിയാവാതെ തന്നെ വിളിക്കരുത്, നാളെ എനിക്ക് കുറച്ച് ഉറങ്ങണം, രാവിലെ ഒന്നും ഫോണൊന്നും തരരുതെന്ന്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ശീലം. ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയാണല്ലോ നാടകം, അതും 2ഉം 3ഉം കാണും. പകൽ മുഴുക്ക യാത്ര ചെയ്തു, അതും ഏറ്റവും മോശപ്പെട്ട യാത്രാ സൗകര്യം. കാര്യം ഇങ്ങനെ കുലുങ്ങി ഒരു ബസ്സിനകത്ത് പോയി വന്ന് കിടക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നിട്ട് മകനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, ഒരു വേലിത്തർക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങുകയാണ് അവരുടെ കൂടെ. അത് ഞാൻ വായിച്ച് കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അത് വളരെ ഫ്രഷായിട്ട് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം വിശ്രമിച്ചിരുന്ന ഒരാൾ എങ്ങനെ പോകും? ആ ലാഘവത്തോടെ പോയിട്ട് ഉണ്ണാൻ പറ്റത്തില്ല. അപ്പം 3 മണിക്ക് വാൻ തിരിക്കുന്നതിന് മുമ്പ് വരാൻ നോക്കും, പിന്നെ ഫോൺ ചെയ്ത് പറയുകയാണ് ഞാൻ നാടകസ്ഥലത്ത് വന്നോളാം, ഇപ്പം ഇവരെ എതിരായിട്ട് ഇറക്കിയില്ല, അല്ലെങ്കിൽ ഇവിടെ തീർപ്പ് കൽപ്പിച്ചില്ല, വീണ്ടും നാടകസ്ഥലത്ത്. ഇത് 1 ദിവസവും 2 ദിവസവും അല്ല, ഒരു ലൈഫ് ടൈം. നാടകത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? വളരെ നിഷ്കർഷമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്, തിലകഞ്ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇതാണ്. എന്ത് പ്രശ്നം വന്നിരുന്നാലും ആ റീഹേഴ്സൽ കറക്റ്റിന് ഡയലോഗ് മറക്കാൻ പാടില്ല, അതൊക്കെ വളരെ ചിട്ടയായിരുന്നു. ഒരിക്കൽ എന്തോ ഡ്രസ്സ് മറന്നുപോയിട്ട് അമ്മയെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ട് തിലകഞ്ചേട്ടൻ പറഞ്ഞു. ഞാൻ കിടന്ന് നിലവിളിച്ചു. അവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത്, ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് അന്നേരം ഓർത്ത്, അയ്യോ എൻ്റെ ഡ്രസ്സ് എടുത്തില്ലെന്ന് ഒരൊറ്റ നിലവിളിച്ച് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് അതെങ്കിൽ നിലവിളിച്ച് എന്താ അന്നേരം മാറ്റൻ ഞാൻ ഒരു സീറ്റിലായിരിക്കുന്നു. അന്നേരം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തില്ല, മാൽച്ചാഴ്ച എന്നെ വഴക്ക് പറയുന്നു. നമ്മളെ ഡ്രസ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് എടുക്കണം. അവിടെ ചെല്ലുമ്പോൾ മറന്നുപോയെന്ന് പറയുന്നത് അത് ശരിയല്ല. നമ്മൾ ഇതിനു വേണ്ടിയല്ലേ പോകുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ലേ പോകുന്നത്. അതൊക്കെ വളരെ ചിട്ടയായിരുന്നു മാൽച്ചൻ. ഞങ്ങൾ 3 പേരടുത്തും പറഞ്ഞിരിക്കുന്നത് എന്ത് വേണമെങ്കിലും സ്വീകരിച്ചോളൂ, പക്ഷേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് കലയോടോ അല്ലെങ്കിൽ നാടകത്തോടോ സിനിമയോടോ അത്രയും ഭ്രമം തോന്നുവാണെങ്കിൽ പൊയ്ക്കോ. അവസാനം ഒരുപാട് കലാകാരന്മാർ കാണും, വിദ്യാഭ്യാസമുള്ള കലാകാരന്മാർ കാണത്തില്ല. അപ്പോൾ അതിനകത്ത് നീ വേർപെട്ട് പോകരുതെന്ന് മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അഭിനയിക്കാൻ പോലും പറ്റൂ. എൻ്റെ അച്ഛൻ്റെ അനിയൻ ഉണ്ട്, TK രാജഗോപാൽ. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ചാണ്, വക്കീലാക്കി പുള്ളിയും കലയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിനി കുറച്ച് നാൾ നാടകം അഭിനയിച്ചാലും, ഇത്രയും പൈസ മുടക്കി നിന്നെ പഠിപ്പിച്ചത് നാടകം അഭിനയിക്കാനല്ല, നീ വക്കീൽ പണി ആദ്യം വിജയകരമായിട്ട് ചെയ്യും. ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇതാണെങ്കിലും വന്നേനായിരുന്നു. അപ്പം പുള്ളി അപ്പോഴും ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആദ്യം ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഒന്ന് റെഡിയാക്ക്, അതിനകത്തുനിന്ന് സമയം കിട്ടുമ്പോൾ നീ ഇത് വന്ന് ചെയ്തു, അല്ലാതെ അത് മുഴുക കളഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ മൂത്ത മകനാണ്, 10 മക്കളിൽ മൂത്ത ആളാണ്. അപ്പോൾ ഒരു കാരണവരാണ് അന്ന് മുതൽ. നടൻ എന്ന നിലയിൽ മുകേഷിനെ എങ്ങനെ വിമർശിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പറയുമോ എന്തെങ്കിലും? സീരിയസ് കഥാപാത്രങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ പുള്ളി ഒരു എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷനകത്ത് നമ്മൾ, പക്ഷെ സിനിമകളെല്ലാം ഇഷ്ടമാണ്, സിനിമകളെല്ലാം കാണും, എൻജോയ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നല്ലതാണ് ചീത്തയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മാധവൻ സാറുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, മാധവൻ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പ്രശസ്ത കവി ശ്രീ ONV കുറുപ്പ്. അദ്ദേഹം മാധവൻ സാറുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നു. ശ്രീ ONV കുറുപ്പ്. മാധവൻ സാറുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത് പാർട്ടി പ്രവർത്തനത്തിലൂടെയാണോ അതോ? കൊല്ലം SN കോളേജിൽ ആദ്യമായി ഡിഗ്രി തുടങ്ങിയപ്പോൾ 1949 അതിൻ്റെ ആദ്യത്തെ BA ബാച്ചിൽ ഒ മാധവനും ഞാനും വിദ്യാർത്ഥികളായി ചേർന്നു. അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്, പരിചയം തുടങ്ങി. അതെ, അതിന് മുമ്പ് ഒട്ടും പരിചയമില്ല. കാരണം ഒ മാധവൻ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വന്നത്, ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന്, ഇവിടെയായിരുന്നു ഇൻ്റർമീഡിയറ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോഴും എന്നോട് വളരെ സ്നേഹമായിരുന്നു. ഞങ്ങൾ മാധവനോടും വളരെ സൗഹാർദ്ദമായിരുന്നു. കാരണം മാധവൻ നന്നായിട്ട് പ്രസംഗിക്കും,
പക്ഷേ ഞങ്ങൾ 2 പാർട്ടിയിലായിരുന്നു. ഞാൻ ഈ RSPയുടെ ഒരു വിദ്യാർത്ഥി വിഭാഗത്തിലും ഒ മാധവൻ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് യൂണിയൻ എന്നാണ്, SF എന്ന വിദ്യാർത്ഥി ഫെഡറേഷൻ അല്ലെന്ന് അതിലുമായിരുന്നു. അങ്ങനെ പക്ഷേ ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായി എതിർക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിമർശനങ്ങൾ മോശമായ തരത്തിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ പരസ്പര ബഹുമാനത്തോടെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കോളേജ് യൂണിയൻ്റെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒ മാധവനെയാണ് അവർ നിർത്തിയത്, എന്നെയാണ് ഇവർ നിർത്തിയത്. ഞാൻ വളരെ സുന്ദരമായി തോക്കുകയും മാധവൻ ഗംഭീരമായി ജയിക്കുകയും ചെയ്തു. പക്ഷേ ജയിച്ച് അനൗൺസ് ചെയ്തപ്പോൾ മാധവൻ ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ONVയോട് യാതൊരു വിരോധവുമില്ല, പക്ഷേ കൂട്ടം കൂടിയത് തെറ്റായ അതുകൊണ്ടാണ് തെറ്റായ സ്ഥലത്ത് എന്ന് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഒരു വലിയ സമരമൊക്കെ ഉണ്ടായി ആ കോളേജിൽ. ആ സമരം അതിങ്ങനെ കോളേജിൻ്റെ ചുറ്റുവട്ടത്തിന് പുറത്തേക്കും വ്യാപിച്ചു. വലിയൊരു ട്രാൻസ്പോർട്ട് സമരത്തോടനുബന്ധിച്ചായിരുന്നു. ആ സമരത്തിൽ ഒ മാധവനെ അതിക്രൂരമായി മർദ്ദിച്ചു. അന്നാണ് ഒരു പോലീസ് ഒരു ഹെഡ് മാധവൻ്റെ മുടിക്ക് പിടിച്ച് താഴെ ഇട്ടു. അങ്ങനെ മുടി പറഞ്ഞു പോയി. ആ മാതിരിയുള്ള സംഗതികൾ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും മാധവൻ്റെ ആ വിദ്യാർത്ഥി സംഘടനയിൽ ചേർന്നു. അതിനുശേഷം മാധവൻ ജയിലിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ അടുത്ത വർഷം എന്നെ അവിടുന്ന് തള്ളി, എനിക്ക് പ്രൊമോഷൻ തന്നില്ല. അടുത്ത വർഷം വീണ്ടും ഞാൻ ജൂനിയർ BAക്ക് പഠിക്കുകയായിരുന്നു. 1 വർഷം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനവിടെ വളരെ ഗംഭീരമായ തോതിൽ സ്പീക്കറായി ജയിച്ചു. മാധവൻ ഉൾപ്പെടെയുള്ളവരെ എല്ലാം കൂടെ വന്ന് എന്നെ ജയിപ്പിച്ചു. അന്ന് കലാപ്രവർത്തനം അന്നൊന്നുമില്ല. മാധവൻ ഇങ്ങനെ ഒരു വലിയ കലാകാരനായി തീരുമെന്നോ ഒരു അഭിനേതാവായി തീരുമെന്നോ സിനിമ നടനായിട്ട് ഒരു വലിയ അവാർഡ് വാങ്ങിക്കുന്ന ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയാവുന്ന എൻ്റെ മകനാണ് ശരി എന്നൊരു നാടകം ഇവിടെ KPSC ആദ്യം അവതരിപ്പിച്ചത് ഇവിടെയാണെന്ന്. ഇവിടെ VI ടൗൺ ഹാളിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അതിൽ മാധവൻ ഒരു റോള് ചെയ്യുന്നത് കണ്ടിട്ട് ഇതിനകത്ത് മാധവനെ പപ്പു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാക്കി. മാധവൻ്റെ സട്ടിൽ ആക്ഷനാണ്. കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിൽ വേറെ പലരും ഒരുപാട് പ്രഭാഷണ പരമ്പരകൾ, ഇപ്പോൾ ജനാർദ്ദന കുറുപ്പാണെങ്കിൽ ഒരു ഇലക്ഷൻ മത്സര പ്രഭാഷണം തന്നെ നടത്തുന്നുണ്ട് ഒരു രംഗത്തോട്. പക്ഷേ ഇത് മാധവൻ വരുന്നതെല്ലാം വളരെ സൂക്ഷ്മാഭിനയമാണ്. ആ സൂക്ഷ്മാഭിനയം എന്ന് പറയുന്നത് മാധവൻ്റെ ഉടനീളം ഒരു സിദ്ധിയായിരുന്നു. അത് മുടിയനായ പുത്രനിലെ ഇല്ലേ, അവസാനത്തെ ആ രാജൻ്റെ രംഗം, അങ്ങനെ പല ഭാഗങ്ങളിലും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അല്ല, അതിനു മുമ്പ് പിന്നെയും ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലെ ഒരു കഥാപാത്രമാണ് ഈ ഇരിക്കുന്നത്. അന്ന് ഒ മാധവനും വിജയകുമാരിയും തമ്മിലുള്ള വിവാഹം നടത്തുന്നതിന് കേശവൻ പോറ്റി സാറ് മരിച്ചുപോയി, കാമ്പിശ്ശേരി മരിച്ചുപോയി, ജനാർദ്ദനക്കുറുപ്പിയേട്ടൻ ഉണ്ട്, ദേവരാജൻ മരിച്ചുപോയി, പിന്നെ ഞാനും. ഞങ്ങൾ 5 പേരാണ് പരികർമ്മികൾ. ശരി. അമ്മ എങ്ങനെയാണ് ഈ നാടക ട്രൂപ്പിലേക്ക് വന്നത്? കാളിദാസ കലാകേന്ദ്രത്തിലേക്കാണോ വരുന്നത് അതോ KPSCയിലായിരുന്നപ്പോഴേ? KPSCയിൽ അവിടെ വെച്ചാണ് മാധവൻ സാറൊക്കെ ആയിട്ട് ആദ്യം കാണുന്നതൊക്കെ അല്ലേ? അല്ലേ? അതെ. ഓമാധവൻ വരുന്നു ആരാന്ന് ആർക്കറിയാൻ. അന്ന് വിജയം ഒരു കൊച്ചുകുട്ടിയാണ്. ഒരു പാവാടയുടെ നിറം പോലും എനിക്ക് ഓർമ്മയുണ്ട്. വെള്ള പുള്ളിയുള്ള ഒരു ചുവന്ന പാവാട, ഇവിടം വരെ ഉള്ള ഒരു പാവാട എടുത്ത് ഒരു നിലവിളക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പിന്നെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ എന്നൊരു കീർത്തനം ചൊല്ലുന്നു. ഐഹികമായ സുഖങ്ങളിലൊന്നുമേ ഏതും എനിക്കൊരു മോഹമില്ലേ കൃഷ്ണ എന്ന 2 വരിയാണ് അതിനകത്ത് ഡ്രമാറ്റിക് സിഗ്നിഫിക്കൻസ് ഉള്ളത്. അപ്പോൾ ഗോപാലൻ, മൂത്ത ജ്യേഷ്ഠൻ, പരമപിള്ളയുടെ മൂത്ത മകൻ, അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അപ്പോൾ നിനക്ക് പാവാടയും ജമ്പറും ഒക്കെ വേണമെന്ന് പറഞ്ഞല്ലോ, നിനക്ക് ഐഹികമായ സുഖങ്ങളിലൊന്നുമേ മോഹം എനിക്കില്ലേ എന്നല്ലേ നീ പ്രാർത്ഥിക്കുന്നത്, പിന്നെ നിനക്കെന്തിനാ ഈ പുതിയ പാവാടയൊക്കെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഐഹികമായ സുഖം എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഈ പാടുന്നത്. ഇത് പറയുമ്പോൾ അണിയറയിൽ നിന്ന് ആരോ വരുന്ന ഉടനെ പെട്ടെന്ന് അത് വർത്തമാനമൊക്കെ നിർത്തിയിട്ട് ഐഹികമായ സുഖങ്ങളിലൊന്നും വളരെ ചടുലമായിട്ട് വീണ്ടും അത് ആവർത്തിക്കുന്നു. അത് വിജയം അത് ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണ് എന്ന് തോന്നാത്ത തരത്തിൽ. അത് കാരണം അതാണ് ആ കുട്ടി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നൊരു കുട്ടി ആ തരത്തിലങ്ങ് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് അത്യധികം സ്വാഭാവികമായ ഒരു കുട്ടിയുടെ ബോഡി ലാംഗ്വേജാണ് അവിടെ വരുന്നത്. അത്
വിജയമ്മയെ വളരെ ഭംഗിയാക്കി. ആ രംഗം ഇങ്ങോട്ട് ഒരു തവണ നാടകം കണ്ടവർ പിന്നെയും കാണാൻ വരും. അപ്പോൾ ഈ വിജയമ്മയുടെ ഈ രംഗം വന്നു കഴിയുമ്പോൾ ഭയങ്കര കയ്യടിയും ആർത്തും വിളിയും ചിരിയൊക്കെയാണ്. അങ്ങനെ മാധവന് വളരെ ഇഷ്ടമാണ്, സന്തോഷമാണെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. ആദ്യമൊക്കെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി. പിന്നെ അവസാനം പോറ്റി സാറും എല്ലാം കൂടെ വിളിച്ച് ചോദിച്ച് സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വിവാഹത്തിൻ്റെ പരികർമ്മികളായിട്ട്. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? പിന്നെ കാളിദാസ കലാകേന്ദ്രം എൻ്റെയൊക്കെ ഒരു കാലം വരുമ്പോൾ കാളിദാസ കലാകേന്ദ്രമാണ്. അല്ല, മുകേഷൊക്കെ അന്ന് കൊച്ചുകുട്ടിയാണ്. ഒരു രാത്രി ഞാനിപ്പോഴും ഓർക്കുന്നു, കൈക്കുഞ്ഞുമായിട്ട് അവിടെ ഞങ്ങളുടെ വീട്ടിൽ. അന്ന് പോകണ്ടെന്ന് പറഞ്ഞ് എനിക്കും കൊച്ചിനെ നോക്കാൻ അറിഞ്ഞൂടെ, അവിടെ ഉള്ളവർക്കും അറിഞ്ഞു. വിജയമ്മയുടെ അമ്മയാണ് നോക്കുന്നതേ വീട്ടിലെ. പിന്നെ അനിയത്തി. അയ്യോ, അതുകൊണ്ടാണ് നമ്മൾ നാടകത്തിന് പോകുന്നതും. പിന്നെ തന്നെയല്ല, കാളിദാസ കലാകേന്ദ്രം ഒരുപാട് പേരെ സിനിമയ്ക്ക് സംഭാവന ചെയ്തു. അപ്പോൾ ഈ കവിയൂർ പൊന്നമ്മ, നെല്ലിക്കോട് ഭാസ്കരൻ, പിന്നെ JC കുറ്റിക്കാട്, JC അപ്പോൾ മരിച്ചുപോയ JC പിൽക്കാലത്ത് അയാൾ ഡയറക്ടറായെങ്കിലും ഞങ്ങളൊരു നടനായിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത്. അതെ, മണവാളൻ ജോസഫ്. പലരും പറഞ്ഞിങ്ങനെ തിലകൻചേട്ടനൊക്കെ എപ്പോഴും വളരെ ഒരു ആദരവോടുകൂടി അല്ലെങ്കിൽ ബഹുമാനത്തോട്, തിലകൻചേട്ടനൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ വളരെ കുറവുള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഞങ്ങളൊക്കെ പോകുന്നതിന് ശേഷം, ഞങ്ങളൊക്കെ ഇറങ്ങി പോകുന്നതിന് ശേഷം ആ കോളേജിൽ പഠിക്കാൻ വന്നവർക്കെല്ലാം ആ SN കോളേജ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്നുള്ളവർ ഏറ്റവും വളരെ ഒരു നല്ല ഒരു അസോസിയേഷനായിട്ട് കണ്ടിരുന്നത് O മാധവനെയും എന്നെയും ഒക്കെയാണ്. മാധവൻ സാറിൻ്റെ വ്യക്തിത്വത്തിനുണ്ടായിരുന്നൊരു പ്രത്യേകത എന്താണെന്നാണ് സാറിന്? മാധവൻ്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാധവന് വ്യക്തിത്വത്തിന് ഒരു മുഖമല്ല, ഒന്നാം തരം ഒരു അഭിനേതാവ്. പക്ഷേ ചിലരുണ്ട് അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വളരെ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞാൽ മറ്റ് രംഗങ്ങളിൽ അവർക്ക് ഇതില്ല. മാധവൻ ഒന്നാം തരമായിട്ട് രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു, സാമൂഹ്യ ബോധം ഉണ്ടായിരുന്നു. വളരെ കാലം ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. 19 വർഷം വടക്കേവിള പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ളൊരു സംഗതി, വളരെ വലിയ ചില നേതാക്കന്മാർ കൊല്ലം നഗരത്തിൽ ചിലപ്പോൾ അവരുടെ ഒളിവിലാണ്, അണ്ടർഗ്രൗണ്ടാണ് അവർ വന്ന് പെടും. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാ, അന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കൊല്ലം നഗരത്തിൽ കൂടെ മാധവൻ സൈക്കിൾ ചവിട്ടും. ഞാൻ വേർത്ത്, മാധവൻ സൈക്കിൾ ചവിട്ടുമ്പോൾ ഞാനും അതിൻ്റെ പിന്നിലിരുന്ന് ചൂടുകൊണ്ട് വേർത്ത് മാധവനെ ഒരു പിടിയും പിടിച്ചിരിക്കും. അങ്ങനെ എത്രയാണ് കൊല്ലം നഗരത്തിൽ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. ആരോ വന്നിരിക്കുന്ന ആരൊക്കെയാണ്, EMS തൊട്ട് MN ഗോവിന്ദൻ നായർ, PT പുന്നൂസ് എന്നൊക്കെ, KC ജോർജൊക്കെ പോലെയുള്ള ആൾക്കാരാണ്. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത് മാധവന് ഒന്നാന്തരം നിർഭയനായ ഒരു പ്രവർത്തകനായിരുന്നു. പിന്നെ ഈ പോലീസിൻ്റെ മർദ്ദനം എത്ര ഏറ്റിരിക്കുന്നു. മാധവൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എക്കാലവും നിലനിൽക്കാൻ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ മാത്രം മതി. എങ്കിലും ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് എന്നെന്നും മാധവൻ സാറിനെ കുറിച്ച് ഓർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സിനിമ മാത്രം മതി, സായാഹ്നം. ആ ഒറ്റ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും എല്ലാം വാങ്ങിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഇഷ്ട സംവിധായകനായ ശരത്താണ് അടുത്ത അതിഥി. ബഹുമാനപൂർവ്വം ഞാൻ ക്ഷണിക്കട്ടെ, ശരത്. സായാഹ്നം എന്ന പേരുള്ളൊരു സിനിമ എടുത്തു. അതിന് എത്രയോ നാഷണൽ അവാർഡുകൾ, അങ്ങനെ ഒരുപാട് അവാർഡുകളെല്ലാം വാരിക്കൂട്ടി. അതിലൊക്കെ ശരത്തിന് അഭിമാനിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അഭിമാനിക്കാം നമുക്കെല്ലാം പ്രിയങ്കരനായ ഇങ്ങനെ ഒരു നടനെ, O മാധവൻ സാറിനെ പോലെ ഇത്രയും പ്രശസ്തനായ ഒരു നടനെ, അല്ലേ, ആ സിനിമയിൽ അഭിനയിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇത്രയും പുരസ്കാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിൽ ശരത്തിന് ഒരുപാട് അഭിമാനിക്കാം. എങ്ങനെയാണ് മാധവൻ സാറിനെ ആ കഥാപാത്രത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ, കംപ്ലീറ്റ് സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ക്യാരക്ടറെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് തിലകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഈ മാധവൻ സാറിൻ്റെ പേര് മനസ്സിൽ ഓർമ്മ വരുന്നത്. അങ്ങനെ VGT ഹാളിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകം വീണ്ടും 50ാം വാർഷികത്തിന് അങ്ങനെ ചേച്ചിയൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞാനത് കാണാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ കഥാപാത്രം മാധവൻ സാർ തന്നെയാണ്. കാര്യം അദ്ദേഹം ഇത്രയും ഏജിലും നല്ല തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അതൊരു പഴയ ജനറേഷൻ്റെ ഒരു കാര്യമാണ്. ഒരു 18 ദിവസം ഉണ്ടായിരുന്നു. ഞാനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്, ഞാനാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നത്. ഈ 18 ദിവസവും പുള്ളി ക്യാരക്ടറായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, സാർ ഒരു 4-5 ദിവസം വീട്ടിൽ പോവാം. പുള്ളി പറഞ്ഞു, വേണ്ട, ഞാൻ O മാധവനല്ല,
ഞാനിപ്പോൾ കെ മാധവനാണെന്ന് പറഞ്ഞു. അതിനകത്ത് ക്യാരക്ടറാണ്. KK മാധവൻ. അത് എനിക്ക് തോന്നുന്നു 100% ഒരു സോഷ്യലിസ്റ്റാണ്. എൻ്റെ ക്യാരക്ടറും ഒരു സോഷ്യലിസ്റ്റാണ് 100%. അതാണെന്ന് തോന്നുന്ന ആ സിനിമയുടെ ഒരു വലിയ വിജയം. ആ ക്യാരക്ടർ തന്നെ, അത് അഭിനയിച്ച നടൻ തന്നെ ആ ഒരു ക്യാരക്ടറുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓമാധവൻ സാർ അതിനകത്ത് അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, ബിഹേവ് ചെയ്യുമായിരുന്നു. സാർ പറഞ്ഞല്ലോ, അവാർഡ് കിട്ടിയതിന് ശേഷം ഉള്ള ഇൻ്റർവ്യൂവിൽ മാധവൻ സാർ പറഞ്ഞതാണ്, എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാതിരുന്നതിനാണ് അവാർഡ് തന്നതെന്നാണ്. എനിക്ക് മാധവൻ സാറുമായിട്ടുള്ള ബന്ധം കൊണ്ട് നേടിയത്, എനിക്കൊരു തരത്തിലുള്ള ഇറ്റ് വാസ് എ ലിബറൽ എഡ്യൂക്കേഷൻ ഫോർ മീ. പുള്ളിയുടെ എല്ലാ കാഴ്ചപ്പാടും സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതിൽ നിന്ന് മാറി വേറൊരാളായിട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിന് അപ്പോൾ സിനിമ അഭിനയിക്കാൻ വന്നാലും അവിടെ നാട്ടിൽ വന്നു, സിനിമ അഭിനയിക്കാൻ വന്നു, പെട്ടെന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധുവായി. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് സംസാരിച്ചു, അവിടുത്തെ ഇഷ്യൂസ് എന്താണെന്ന് അറിഞ്ഞു, ആ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പുള്ളി മനസ്സിലാക്കി. ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ പുള്ളി എന്നോട് പറയുന്നത്, അവിടെ തൃപ്പൂണിത്തറ ആ ഭാഗത്തൊക്കെ ഇന്ന പ്രശ്നങ്ങളാണ് അവിടുത്തെ പ്രശ്നം, അതൊക്കെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും മാറിയിട്ടുള്ളൊരു ചിന്തയേ ഉണ്ടാവില്ല. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാര്യം ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നാവുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമുക്ക്. അതായത് ഡയറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം, പക്ഷേ കാശിൻ്റെ കാര്യങ്ങളും മറ്റേത് മറിച്ചത് നോട്ടീസിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു റോളാണ് അച്ഛൻ്റെ. എല്ലാം അച്ഛനാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ തകർത്തൊഴിച്ച് ഈ ബുക്ക് വെച്ചിട്ട് പഠിക്കുക, പിന്നെ എടുക്കുക, അപ്പം അവിടെ അങ്ങ് കാണത്തില്ല അച്ഛൻ. ഉദ്ഘാടനത്തിൻ്റെ കാര്യം ആരെ വിളിക്കണം, മറ്റേത് ആ പൈസ അറേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതെപ്പോഴാണ് ഈ അച്ഛൻ മെയിൻ റോളുമാണ്, ഏറ്റവും കൂടുതൽ ഡയലോഗുമാണ്, ഇതെപ്പോൾ പഠിക്കും, നമുക്ക് തന്നെ ടെൻഷനാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അല്ലാത്ത സമയത്ത് ഡമ്മി ആളിനെ നിർത്തിയിട്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കും അച്ഛൻ്റെ ഡയലോഗ്. പിന്നെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് അപ്പം വരെയുള്ള ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന അച്ഛനാണ്. അത് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സിദ്ധിയും ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. അതൊരു ടാലൻ്റാണ്. അതിൽ തന്നെ ഒരു ചന്തമേറിയ പൂവിൽ എന്ന് പറഞ്ഞ കുമാരനാശാൻ്റെ കവിതയുണ്ട്. ഞങ്ങളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് സൈഡിൽ നിന്ന് കാണാതെ ചൊല്ലുക. എന്തായിരുന്നു ഈ ഷൂട്ടിങ്ങിനൊക്കെ പോയി വന്നിട്ട് വീട്ടിലൊക്കെ വന്ന് പറയുന്ന എന്തായിരുന്നു സിനിമയെ പറ്റിയൊക്കെ? അങ്ങനെ വല്ല കാര്യങ്ങൾ പറയുക? അല്ല, പുള്ളി ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആർക്കറിയാം, എല്ലാ ശരത്തിനറിയാം, വരുമ്പോൾ നമുക്ക് കാണാം. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു ആ സീൻ ഇപ്പോൾ അങ്ങനെയൊന്നും പുള്ളിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കണം. അപ്പം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു പുള്ളിയും പിന്നെ അവരുടെ ഈ തലമുറയുടെ കാര്യം പറഞ്ഞ കണക്ക് ഒന്നിലും വീഴില്ല ഇവരൊന്നും. നമ്മൾ ഗംഭീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കില്ല. ഈസി ആയിട്ട് അത്രേ ഉള്ളൂ അതിനകത്ത്. അത് മെച്ചൂരിറ്റിയുടെ ഒക്കെ ഒരു നിസ്സാര കാര്യം കേട്ട തുള്ളിച്ചാടുക അല്ലെങ്കിൽ വിഷമിക്കുക രണ്ടുമില്ല. ഞാനാണ് എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇന്നാണെങ്കിൽ എനിക്കൊരു സ്നേഹമുണ്ട് ആക്ടേഴ്സിൻ്റെ ഇടയിൽ. അത് ആദ്യ സിനിമയാണ്. ആദ്യ സിനിമയിൽ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ കൂടെ പിന്നെ അനുസരിച്ച്. അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാനിങ്ങനെ പുള്ളി പറഞ്ഞു, ഞാനൊരു ഡയറക്ടറാണ് നാടകത്തിൽ, അതുകൊണ്ട് എനിക്കിതെല്ലാം അറിയാൻ ശരത്തെല്ലാം പറഞ്ഞോളൂ. അത് ഒരു വേറൊരു ക്വാളിറ്റി ഒരാളുടെ കാര്യം. എവിടെയായാലും നിന്നുകൊണ്ട് അറിയാത്ത കാര്യങ്ങളെല്ലാം. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടൊരു കാലഘട്ടമാണല്ലോ. ഒരു ഓമാധവൻ സാർ എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ടറല്ല, ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ ഒഴുകി. ഈ സായാഹ്നം എന്ന സിനിമയുടെ പ്രസക്തിയും ശരത്തിൻ്റെ പ്രസക്തിയും എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമുണ്ട്. അതായത് 33 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനൊരു സിനിമ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ നാടകമായിരുന്നു, അത് സിനിമയാക്കിയപ്പം അച്ഛൻ അതിനകത്ത് റോളുണ്ട്. പക്ഷെ നാടകത്തിലെടുത്ത റോളല്ല, വേറൊരു റോളാണ് അഭിനയിച്ചത്. അപ്പം മദ്രാസിലാണ്. അപ്പോൾ ഇവിടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരാളാണെങ്കിൽ ഇത്രയും വലിയൊരു റോള് കിട്ടി സിനിമ എന്ന ഭയങ്കര മായാപ്രപഞ്ചത്തിൽ അവിടെ നിൽക്കും. പുള്ളി ഫുൾ സമയവും ഈ നാടകത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ അത് ഇനി റോളൊക്കെ വെട്ടിക്കുറച്ചാലും വേണ്ടില്ല, എന്നെ വിടണം. കാര്യം എന്നെ ബേസ് ചെയ്ത് ഒരു 10-20 കുടുംബങ്ങൾ അവിടെ ഉണ്ട്, അപ്പോൾ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അതിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ആണ് നാടകത്തിലേക്ക് പോകുന്നത്. നേരെ തിരിച്ച് ഇവിടെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഒരു ഡയറക്ടർ, സിനിമ ഡയറക്ടർ നാടകം കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഒരു സിനിമ ഡയറക്ടർ വിചാരിച്ചാൽ കേരളത്തിലുള്ള ഏത് ഡ്രാമ ട്രൂപ്പും പൊളിക്കാൻ പറ്റും. കാര്യം ചുമ്മാ ഇയാൾ കൊള്ളാം കേട്ടോ, നാളെ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പെട്ടിയെടുക്കും. ആ ട്രൂപ്പ് അതോടെ ഇല്ലാതാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ വന്നത്. ഏറ്റവും വലിയ പ്രസക്തി എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77-ാമത്തെ വയസ്സിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അച്ഛന്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ ഒരു പരക്കം പാച്ചിലുണ്ട് അംഗീകാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ. അതായത് ആ പരക്കം പാച്ചിലിൻ്റെ ഉള്ള ഒരു വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത്
ഇപ്പം കിട്ടിയില്ലേ പിന്നെ എപ്പം ഒരു കലാകാരൻ്റെ ഒരു ഇത് ഇപ്പം തീരുകയാണ്. നമ്മൾ അടുത്ത കൊല്ലം നമ്മൾ അപ്പോൾ 77ാമത്തെ വയസ്സിൽ പോലും ഒരു കലാകാരന് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. കല എന്ന് പറയുന്നത് എനി ഡേ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതെ അതെ, അത് വലിയൊരു ഇതാണ്. പിന്നെ മാത്രമല്ല ഇത് എല്ലായിടത്തും കാണിച്ചപ്പോഴും പിന്നെ ഓം മാധവൻ സാറിനൊക്കെ ഒരു നല്ലൊരു വർഷിപ്പ് ചെയ്യുന്ന ഒരു പോലെ കുറേ പേരുണ്ട്. ഞാനിത് ലോകത്ത് പല സ്ഥലത്തും കാണിക്കുകയും ഇന്ത്യയിൽ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നാടകം കണ്ട് സിനിമ കഴിഞ്ഞ് വരുമ്പം ഒരു 4-5 പേരെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും ഞാൻ ഓം മാധവൻ്റെ നാടകം 82 അവിടെ കണ്ടു, 83 അവിടെ കണ്ടു. ഞാനിവിടെ നിന്ന് നടനാവാൻ നിന്നാൽ 30 കുടുംബം പട്ടിണിയാണ്. എനിക്ക് പ്രധാനം അതാണെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ്. നമ്മളിവിടെ വീട്ടിലെ പ്രശ്നം പോലും നോക്കാതെ തന്നെ ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത്. വേറെ 30 കുടുംബങ്ങളല്ല, നമ്മുടെ കുടുംബത്തിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ആളുകളുള്ള സമയത്താണ് ഇങ്ങനെ ഒരാളുടെ വ്യക്തിത്വം. നേരത്തെ ONV മാമൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ONV മാമൻ പറഞ്ഞ ഒരു 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 നിർഭയത്വം, ഒരു ചങ്കൂറ്റം, അത് ആ തലമുറയുടെ ഇതാണ്. അപ്പോൾ ഒരു ആവശ്യം കൊല്ലത്ത് കാർത്തിക ഹോട്ടലിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഫൈനൽ റിഹേഴ്സൽ നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളുടെ ഒരു കുറച്ച് പത്രക്കാരെയൊക്കെ ആയിട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഭയങ്കര ഈ ചട്ടമ്പികളുടെ സ്ഥലവും കൂടെയാണ് കൊല്ലം. ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് 2 പേരിങ്ങനെ വന്നിട്ട് നാടകം എന്ന് പറഞ്ഞിട്ട് വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഭയങ്കര ശല്യം തുടങ്ങി. ഫൈനൽ റിഹേഴ്സൽ സാറിന് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ആളെ ഇവർ പിന്നെ ഇങ്ങനെയുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് വന്നിട്ട് ഭയങ്കര കമൻറ്റുകൾ. അയാൾ കൊള്ളാം, ആ ഡയലോഗ് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഇത് ടിക്കറ്റ് വെച്ച് നടത്തുന്നതല്ല, ഞങ്ങളുടെ ഒരു ഫൈനൽ റിഹേഴ്സലാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ SI ആണോ എന്നായിരിക്കും. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആൾ SI ആണ്. SI ആണെങ്കിൽ നമ്മൾ പോയി ശ്രദ്ധിക്കാം. വീണ്ടും ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ആ നാടകം രംഗം തീരുന്നത് വരെ അച്ഛൻ വെയിറ്റ് ചെയ്തു. തീർന്നു കഴിഞ്ഞ് അച്ഛൻ വന്നിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു എന്താ വേണം. അപ്പോൾ അവർക്ക് അച്ഛനൊന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ അച്ഛൻ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ ചില കാര്യങ്ങളിങ്ങനെ നാടകത്തിൽ തെറ്റുകുറ്റങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞൊരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെ പുള്ളി പറഞ്ഞ ഡയലോഗ് 20 കുടുംബങ്ങൾ ജീവിക്കുന്നതാടാ എന്ന് പറഞ്ഞൊരു ഒറ്റ ഇടിയാണ് ഈ മെയിൻ ഗുണ്ടയുടെ മുഖത്ത്. ഒരിക്കലും ഇങ്ങനെയുള്ള അപ്പോൾ അച്ഛനൊരു പ്രായം ചെന്ന ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത്. വിഗൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇടി കൊണ്ടിട്ട് പിന്നീട് നെക്സ്റ്റ് ഓടുകയാണ് ഈ 2 പേര്. അപ്പം അവിടെ നിന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ധൈര്യം വരികയാണ്. അതാണ് ശരിക്കുള്ള ഒരു നേതാവിൻ്റെ ഓടിച്ച് കളഞ്ഞു. പിന്നെ അവിടെ ആ ഹോട്ടലിൽ വളഞ്ഞു അച്ഛനെ അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാറിനകത്തോ ജീപ്പിനകത്തോ അല്ലെ വാനിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് നടന്നു പോകണം. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും വണ്ടിക്കകത്ത് ബാക്കിലും പുള്ളി നടന്നു പോവാം. അപ്പോൾ അവിടെ അടിക്കാൻ ആൾ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനൊരു മൂവ്മെന്റ് കണ്ടപ്പോൾ അവർക്ക് ഡൗട്ടായി ഇത് വേറെ എന്തോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നടന്നു വരത്തില്ലല്ലോ. ആരും ഒന്നും ചെയ്തില്ല, ഒന്നും കണ്ടിട്ടില്ല. നടന്നു പോകല്ലേ. തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ ഉള്ള ഒരു ആ നിർഭയത്വം, അതൊക്കെയാണ് ആ തലമുറയുടെ ഒരു ഏറ്റവും വലിയൊരു. ഒരിക്കൽ സാറിൻ്റെ ഒരു കഥ പറഞ്ഞു. ഒരു നാടകം ഒരു ഉത്സവ സ്ഥലത്ത് കളിക്കാൻ പോയപ്പോഴേ പ്രധാനമായിട്ട് 2 പേര് എത്തിയില്ല. അതുകൊണ്ട് ആ നാടകം കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നാടകക്കാരെല്ലാം പ്രഷർ ചെയ്യുകയാണ്. അത് നാടകം അവസാനം ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിടയ്ക്ക് അവർ 2 പേരും എത്തുന്നില്ല. അവസാനം ഉള്ള ആളുകളെ വെച്ച് ചെയ്യാവുന്നൊരു നാടകം ഉണ്ടായിരുന്നു. അതങ്ങ് അവതരിപ്പിച്ചു, വേറെ നാടകം. അപ്പോൾ അത് പകുതിയായപ്പോൾ ചില ആളുകൾക്ക് പഴയ നാടകം കണ്ടിട്ടുണ്ട്, അവർ സ്റ്റേജിലേക്കൊക്കെ വരാൻ തുടങ്ങി. അന്ന് ചോദിച്ചത് പരിപാടിയൊന്നും പറ്റത്തില്ല, ഇത് നിങ്ങൾ മറ്റേ നാടകമാണല്ലോ കളിക്കുന്നത്. അത് പുള്ളി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആലപ്പുഴ എങ്ങാണ്ടൊരു സ്ഥലത്ത് കളിച്ച നാടകമാണല്ലോ അത്, അന്ന് ഇത് വേറെയാണല്ലോ ഇതൊക്കെ സീൻസൊക്കെ എന്ന് പറഞ്ഞു. അപ്പം മാധവൻ സാറ് പറഞ്ഞു ശരി തന്നെ, ഇത് ആലപ്പുഴ വെച്ച് കളിച്ച നാടകം തന്നെ, പക്ഷെ അതാണ് തെറ്റിപ്പോയത്. ഇതാണ് ഇത് കറക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും വളരെ കാമായി നാടകം കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോകുന്നു. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഈ പറയുന്ന ഒരു നിർഭയത്വ ബുദ്ധി, അത് ഒരു പ്രത്യേകിച്ചൊരു സോഷ്യൽ ഇതുള്ളതൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഹ്യൂമർ സെൻസ് ഉള്ള ആളുമാണ് കേട്ടോ. അതെനിക്ക് അല്ലേ ഓർമ്മ സാറിനെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ പറഞ്ഞാൽ നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണ്, ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അതുപോലെ ഈ സായനത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഈ 15 ദിവസം കഴിഞ്ഞിടയ്ക്കേയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഓമ സാറാണല്ലോ, മാധവ സാർ ഇവിടെ ഇരിക്കുമല്ലോ, 18 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ സാറിൻ്റെ സീൻസൊക്കെ അവസാനം എടുക്കാൻ വേണ്ടി കുറേ മാറ്റി വെച്ചു. എന്നിട്ട് വേറെ നമ്മൾ കുറേ നീണ്ടുപോയി ലേസിയായിട്ട്. അപ്പോൾ ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നുന്നു, പിന്നെ
ഇനി എത്ര എൻ്റെ എൻ്റെ ചുമ്മാ എല്ലാം ഒരു വല്ലായ്മ തോന്നുന്നു, അസ്വസ്ഥത തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗങ്ങളൊക്കെ നേരത്തെ എടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളാകെ ഭയന്ന് പോയി. മാത്രമല്ല അന്ന് എല്ലാവരുടെ അവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും ഞങ്ങളവിടെ ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയൊക്കെ വിളിച്ച് നിർബന്ധിച്ച് ഇരുത്തി ഞങ്ങളെല്ലാം അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷനായി. ഓമാധവൻ സാർ ആകെ ഒരു അസ്വസ്ഥനാണെന്ന് പറയുന്നു. ഇനി എന്താണ് ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ സാറിൻ്റെ സീൻസ് എല്ലാം എടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു അത് വേണ്ട, മറ്റേതെല്ലാം കൂടെ സ്പീഡാക്കിയിട്ട് നമുക്കത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ സാറിനോട് ചോദിച്ചു, എന്താണ് ഈ സാറിങ്ങനെ വളരെ അസ്വസ്ഥനായപ്പോൾ ഞങ്ങളൊക്കെ ആകെ ടെൻഷനായിപ്പോയി, ക്ലൈമാക്സും എടുത്തില്ല, എന്താ? അപ്പോൾ സാറ് പറഞ്ഞു അതും ഒരു തരത്തിലുള്ളൊരു നാടകമാണ്, അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് തീർന്നല്ല പെട്ടെന്ന്, ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളൊരു 22 ദിവസം ഇങ്ങനെ പോകും. എന്നുവെച്ചാൽ അത് ചെറിയ അസ്വസ്ഥ ഉണ്ടായിരിക്കുക, എങ്കിലും അത് സാർ അത് ഹ്യൂമറസ് ആയിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അസ്വസ്ഥത കാണാം, എങ്കിലും അങ്ങനെ ഒരു ഹ്യൂമർ സെൻസിലാണ് പുള്ളി അത് മോട്ടിവേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. മാധവൻ സാറിന് 3 മക്കളാണ്. മൂത്തയാളാണ് മുകേഷ്. മുകേഷിന് താഴെ 2 സഹോദരിമാരാണ്. അതിൽ മൂത്തയാളായ സന്ധ്യ അറിയപ്പെടുന്ന നടിയാണ്. സന്ധ്യയുടെ ഹസ്ബൻഡ് ശ്രീ രാജേന്ദ്രൻ പ്രശസ്തനായ നടനാണ്. സന്ധ്യയെയും രാജേന്ദ്രനെയും അവരുടെ മകനെയും ഞാനിത് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മോൻ്റെ പേര് ദിവ്യദർശൻ അല്ലേ? ഏത് ക്ലാസ്സിലായി ഇപ്പോൾ? ഡിഗ്രി ഫൈനൽ. കലാപരമായിട്ടുള്ള നീക്കങ്ങളൊന്നുമില്ല? ചെറുതായിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ പഠിപ്പ് കഴിയട്ടെ. അത് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ അല്ലേ? ഇപ്പം കലാപരമായിട്ടൊന്ന് വീണിരിക്കുകയാണ്. അതാണ് നെറ്റിയിൽ ഒരു മോട്ടോർ ബൈക്ക് കലാപരമായൊരു മാർക്കുള്ളത്. കലാപരമായിട്ടൊരു മാർക്ക്. എന്താ പറയുക, കലാകാരന്മാർ ഉള്ളൊരു കുടുംബത്തിൽ ജനിക്കുക, എന്നിട്ട് ഇങ്ങനെ കലാകാരന്മാരാകുക അല്ലേ, അതൊരു വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് നേരെ തിരിച്ചാണ്. കലാപരമായി ഒരു ബന്ധമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച് ഞാൻ ഒരാൾ മാത്രമാണ് കലാകാരനായിട്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അത്തരൊരു കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളൊരു ഭാഗ്യം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഈ അച്ഛൻ്റെ ഓർമ്മ ദിവസത്തിൽ അതിനാണ് ഏറ്റവും കൂടുതൽ അച്ഛനോട് നന്ദി പറയേണ്ടത് അല്ലേ? അങ്ങനെ ഒരു കുടുംബം തന്നെ അങ്ങനെ വാർത്തെടുക്കുക എന്ന് പറയുന്നത്. അത് ചെറുതിലെ തന്നെത്താൻ നാടകം എഴുതുക, ഷീറ്റ് എടുത്ത് കർട്ടനാക്കുക, ഞങ്ങളില്ലാതിരിക്കുമ്പോൾ അഭിനയിക്കുക, 3 പേരും കൂടെ. അത് ഇവരും അങ്ങനെ ഇവരും അതെ സിസ്റ്റർ മക്കളും അണ്ണൻ്റെ മക്കള് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരും നാടകം ഉണ്ടാക്കും. എന്നിട്ട് രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കാർ പോർച്ചിൽ ഇവരെ നാടകമുണ്ട്. അപ്പോൾ അച്ഛൻ കാണാനുണ്ടെന്നുള്ള വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവര് പെർഫോമൻസ് ഒക്കെ ഭയങ്കര സീരിയസ് ആയി. പക്ഷെ എല്ലാം കോമഡി ബേസ് ആണ് ഇവരെ നാടകം. നമ്മൾ ഷോക്കായി പോകും. ഈ യുവമാരൊക്കെ ചില ഡയലോഗൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും. അത് പക്ഷെ നല്ലൊരു എന്താ പറയുന്ന ഒരു ട്രെയിനിങ് ആണ്. അത് ജയശ്രീയുടെ ചെറിയ മോള് പറയും, പ്രധാന കഥാപാത്രങ്ങള് ഇവരും മുതിർന്നവരെടുക്കുക, അവർക്ക് എപ്പോഴും ജോലി. അപ്പൊ അതേപോലെ ആയിരുന്നു മൂപ്പര് നാടകം എഴുതി ഉണ്ടാക്കും. എന്നിട്ട് ആദ്യം മുതൽ അവസാന നാടകം എൻഡ് വരെ അണ്ണൻ മാത്രമേ സ്റ്റേജിൽ കാണൂ. ഭയങ്കര പെർഫോമൻസ്. അപ്പൊ ഞാനൊക്കെ ആദ്യം കയറിയ ഉടനെ അങ്ങ് മരിക്കും. അപ്പൊ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, പെർഫോമൻസിന്റെ ഡേ ആയി. അപ്പൊ എന്റെ കുഞ്ഞമ്മ പറഞ്ഞ്, നിനക്ക് നാണമില്ലല്ലോ അവന്റെ നാടത്തിൽ പോയിട്ട് ആദ്യത്തെ രംഗത്തിൽ തന്നെ ചാവാൻ. അപ്പൊ അതിൽ എന്തോ ഒന്നുണ്ട്, കാണുന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എന്തോ സംതിങ് ഉണ്ടല്ലോ. എന്നാലൊന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ അതായത് എൻ്റെ ഭാര്യ എന്നിട്ട് അണ്ണൻ പ്രേമിച്ച് കെട്ടുകയാണ്. ഞാൻ ചത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ, ഞാൻ ആണായിട്ടാ. അപ്പം ഞാൻ ക്ഷയരോഗിയ, മാരകമായ മരണം, ചുമച്ച് മരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അഭിനയിച്ചു. അണ്ണൻ ഡോക്ടറാണ്. അപ്പോൾ അണ്ണൻ ഭയങ്കര ദീനാനുകമ്പനായ ഡോക്ടർ. രോഗി മരിച്ചുകൊണ്ട് ഭാര്യ അങ്ങ് ഏറ്റെടുത്തു. അതാണ് കഥാതന്ത്. അപ്പോൾ എൻ്റെ ഞാനങ്ങനെ ചുമയ്ക്കുക, മരണസംഘം രംഗ അടുക്കാറായി. ഞാനങ്ങനെ ചുമച്ച് മരിക്കണം, ചോര തുപ്പി. ഞാൻ മരിക്കുവോ? അങ്ങനെ ചുമയ്ക്കണം. അണ്ണ സടിത് മരിക്കടി. നാടകം ഫസ്റ്റ് പെർഫോമൻസ് ഡേയിൽ തന്നെ കൊളാക്കി. അന്ന് അച്ഛൻ പറയും, അങ്ങനെ ഒരാൾ മാത്രമായിട്ടൊരു നാടകം ഉണ്ട്. ഏത് ചെറിയ കഥാപാത്രം എന്നില്ല, ആ കഥയിൽ അതിനുള്ള പ്രാധാന്യം വേണം. അത് മൊത്തത്തിൽ ടോട്ടാലിറ്റി എന്നുള്ള സംഗതി അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ ഹ്യൂമർ സെൻസ്? ഞങ്ങൾ കാണിക്കുന്ന കുസൃതികളിൽ തമാശ ഉണ്ടെങ്കിൽ അച്ഛൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അടിക്കുകയോ അത് വഴക്കോ തെറ്റാണ് എന്നൊന്നും പറയില്ല. ആ തമാശ എന്താണെന്ന് ഉൾക്കൊള്ളാൻ അച്ഛന് സാധിക്കായിരുന്നു. ഉദാഹരണത്തിന് സ്കൂളിൽ പഠിക്കുമ്പം
പെട്ടെന്ന് ഒരു ഉച്ച ഒരു 11 മണിയോടുകൂടി സ്കൂൾ മുഴുവൻ ഒരു റൂമർ അങ്ങ് പരന്നു. 3 മക്കളിൽ കൂടുതൽ. അപ്പം അന്ന് ഈ സന്താന നിയന്ത്രണം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 3 മക്കളിൽ കൂടുതലുള്ള പിള്ളേരെയൊക്കെ പൊക്കിളിൽ ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ വരുന്നു ആള് വരുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവള് അനിയത്തി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലോട്ടൊന്നു ഇവിടെ ഈ 3 മക്കളിൽ കൂടുതലുള്ള. അപ്പം എനിക്കറിയാം ഇവള് 3-ാമത്തെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് സാധിച്ചേക്കും, നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവളെ നോക്കി, ഇവൾക്ക് അത് ആയുസില്ലല്ലോ. എൻ്റെ നോട്ടം കാണുമ്പോൾ ഇവള് വിങ്ങിപ്പൊട്ടി കരയുക. ഞാനത് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ പോയപ്പോൾ ലേറ്റായോ, അതാ വഴിയിൽ വഴക്കിട്ട് നിങ്ങൾ തിരിച്ചു തന്നു. അപ്പോൾ ഇവള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല അച്ഛാ 3 മക്കളിൽ കൂടുതലുള്ളവരെ ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ വരുന്നു. അതിന് നീ പേടിക്കുന്ന എന്തിനാ, നീ 3-ാമത്തെ അല്ലേ. അല്ല കുത്തി വരുമ്പോ ഇനി 2 തോന്നി. അപ്പോഴച്ഛനെ തോന്നി ഞാൻ എന്തെങ്കിലും അവക്ക് അങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അത് അല്ല തമാശ അച്ഛൻ ഉൾക്കൊണ്ടെന്നുള്ള വഴക്കൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതാണ് സംഭവം. ഒരു ദിവസം ഞാൻ ഇപ്പൊ സിനിമ അഭിനയിച്ചോണ്ടിരുന്നു. വീട്ടിൽ വന്നപ്പം ഇവൻ വളരെ ചെറുതാ. അപ്പോൾ അവിടെ ഒരു കുതിരവണ്ടി ഇട്ടിരിക്കുകയാണ്, നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു കുതിരവണ്ടി. അപ്പം ദിവ്യദർശൻ എന്നാണ് പേര്, ചിങ്കു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചിങ്കു ആ കുതിരവണ്ടി വേണം. അപ്പോൾ അച്ഛൻ താല്പര്യം വന്നു. ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ മേടിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ് ഇവൻ കുതിരവണ്ടി വേണമെന്ന് പറയുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാൻ കുതിരവണ്ടിയിൽ പോകാം, പിന്നെ അതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കുതിരവണ്ടി ആയതുകൊണ്ട് പെട്രോൾ വേണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടി. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു സംഭവം കൊള്ളാം, പക്ഷേ നമ്മുടെ നാട് അത്ര ശരിയല്ല, കൊല്ലം. അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താ, അല്ല അച്ഛൻ്റെ പേര് ചിലപ്പോൾ ഓമാധവൻ മാറി കുതിരമാധവൻ എന്ന് പറഞ്ഞ് പെട്ടിയായിട്ട് പോയി. 2 മിനിറ്റ് നോക്കി കുതിരവണ്ടി മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് കോർണറാണ്. പ്രത്യേകിച്ച് ജയശ്രീ അവളെ ഇളയവളായതുകൊണ്ട് അവളോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു. ഈ സിനിമയിലൊക്കെ നമ്മൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അച്ഛന് അങ്ങനെ ഉള്ള ഒരു ചിന്ത ഒന്നും വരുത്താതെ അത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ ബാങ്കിൽ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ബാങ്കിൽ വന്നിട്ട് നീ ഒന്ന് ഒപ്പിടണം, എന്നാലേ ആ ലോണിൻ്റെ ഒക്കെ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ പോയി. ബാങ്കിൽ നിന്ന് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ കാറിനകത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് കാറിൽ വന്നിരുന്നപ്പോഴത്തേക്ക് ആരോ എന്നെ കണ്ട്. അപ്പോൾ അച്ഛൻ നടന്നു വരുമ്പോൾ ബാങ്കിൽ നിന്ന് വരുമ്പം കാണുന്ന കാഴ്ച ഈ കാറിൻ്റെ ചുറ്റിനും ആളുകൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സിനിമാ നടനാണ് ഞാൻ, എന്നെ കാണാനാണ് ഇതൊന്നും അച്ഛന് മനസ്സിലാവുന്നില്ല. അച്ഛൻ വിചാരിച്ച ആക്സിഡൻ്റ് ആണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോൾ അവർ പറഞ്ഞല്ലേ ഞങ്ങൾ മുകേഷിനെ കാണുന്നതിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എനിക്ക് പറയാനൊക്കെ അച്ഛാ ഞാനൊരു സിനിമാ നടനാണ് എന്നെ കാണാൻ. അപ്പോൾ കാറിനകത്ത് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ നിന്നെ കാണാൻ എന്തിന്, നിന്നെ കണ്ടിട്ടില്ലേ, അതിൽ ഇത്ര ഞാൻ അച്ഛനതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു വർഷം ഞങ്ങൾ അഭിനയിച്ചിരുന്നു. നാടകത്തിന് മുമ്പ് പിള്ളേർ ഓടി വന്നിട്ട് മുകേഷിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കും. അച്ഛൻ പറയും അല്ല അവൻ എൻ്റെ മോൻ. രാജേന്ദ്രൻ ആയിട്ടുള്ളൊരു അടുപ്പം എങ്ങനെയായിരുന്നു? പ്രധാനമായി എനിക്ക് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനുള്ളൊരു ക്വാളിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യലിസം എപ്പോഴും അത് പക്ഷെ ആൾ വളരെ റഫായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനുള്ളൊരു ക്വാളിറ്റി അത് ഈ പഴയ കാലഘട്ടത്തിലുള്ള ഈ പുരോഗമന പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് മാത്രമുള്ളൂ എന്ന് തോന്നുന്നു. അത് ഇപ്പോഴുള്ള ആളുകൾക്ക് അത് ചുരുങ്ങി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈ നാടകത്തിൽ ഈ പുതിയ ആളുകളെ പരീക്ഷിക്കുമല്ലോ, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പുതിയ ആളുകളെ കൊണ്ടുവന്നുള്ളതും അവർ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ സിനിമ സീരിയൽ രംഗത്ത് പ്രഗത്ഭരായ പല നടന്മാരും ഞങ്ങളുടെ ട്രൂപ്പിൽ കൂടെ വന്നുള്ളതാണ്. പലരും ഞാൻ ഡയറക്റ്റ് ചെയ്തുള്ളവരുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കും ശരിയാവാതെ വരുമ്പോൾ. കാര്യം മൊത്തത്തിൽ നമുക്കൊന്ന് ഇറിറ്റേറ്റഡ് ആവും. കാരണം ഒരു നിശ്ചിത സമയമുണ്ടല്ലോ. ഇപ്പോൾ റിഹേഴ്സൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മളോടൊന്ന് സാമ്പത്തിക പ്രശ്നമായിട്ട്. അപ്പോൾ പക്ഷേ ഈ ഒരാൾ ഇതായി കഴിഞ്ഞ് ഞാനിങ്ങ് മാറി അവിടെ നിന്ന് ഇരിക്കുമ്പോൾ പറയും ഇയാൾ ശരിയാവില്ല, ഇയാൾ നമുക്ക് മാറ്റം പറയുമ്പോൾ ഒക്കെ ശരിയാവും. അപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്ന ഗ്യാപ്പിൽ അദ്ദേഹം അവിടെ ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു നാടകത്തിൻ്റെ കോച്ച് ലോകത്ത് ജീവിച്ചിരുന്നവർ പല ആളുകളിൽ ഒരാൾ മധു സാറാണ്. കാരണം ഒരു നടന് കൊടുക്കേണ്ട ആത്മവിശ്വാസം കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ചെന്ന് പറഞ്ഞു കൊടുക്കലോടുകൂടി അയാൾ ഓക്കെ ആവും. ഓക്കെ. പിന്നെ എന്നോടുള്ള അത്ര അടുപ്പം കൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം അവസാന സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനാണ് അവസാന ശ്വാസം നിലയ്ക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ചാണ്.
നല്ലതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ മുകേഷിനോട് പറയായിരുന്നു, അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ചോദിക്കാനും ഒക്കെ ഒന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോഴുള്ള ഒരുപാട് പേരിൽ നിന്നാണ് നമുക്ക് ഇത്തരം സംഭവങ്ങൾ അറിയാനും ഒക്കെ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞു മാധവൻ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള മകൾ, മാധവൻ സാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകൾ ഇളയ മകളായ ജയശ്രീയാണെന്ന്. ജയശ്രീയും ജയശ്രീയുടെ മകളുമാണ് അടുത്തതായി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത്. ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ജയശ്രീയും മകളെയും. ലണ്ടനിലേക്ക് പറഞ്ഞയച്ച അല്ലേ, ഒരു കലാകാരിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞാണ് ലണ്ടനിലേക്ക് പറഞ്ഞു വിട്ടത്. അച്ഛൻ്റെ പെറ്റായിരുന്നു അല്ലേ? ഞാനാ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന ഇളയ മോളാണെന്നാണ്. കൂടുതലല്ല, എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒത്തിരി സ്നേഹമായിരുന്നു. തിരിച്ചെനിക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ 3 പേരും ഒരുപോലെ തന്നെ സ്നേഹിച്ചിട്ടുള്ളത്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, കെയർ. ഇപ്പോഴും ഇനി കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള ഭയങ്കരമായ ഒരു ഷോക്കുണ്ട് മനസ്സിൽ. പിന്നെ ഇവർ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഒരു നടിയുടെ വിസ ശരിയായില്ല. അപ്പം ലാസ്റ്റ് നിമിഷമാണ് അവരുടെ പ്രോഗ്രാം നടക്കണമെങ്കിൽ ഒരു നടി കൂടിയേ തീരൂ. അങ്ങനെ ഒരു സാഹചര്യം കിട്ടി ഞാൻ പോകുമായിരുന്നു. അപ്പം ശരിക്കും അതിനകത്തൊരു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നും തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവർ പറയും മോളെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത എന്തെങ്കിലും ഇതായിരിക്കുമെന്നൊരു ഇത് വരുന്ന ഓർത്ത് അതങ്ങ് മനസ്സിൽ വാശിക്ക് പിടിച്ച് നാടകങ്ങൾ വിജയമാക്കാൻ മാക്സിമം ശ്രമിച്ചു. മ്യൂസിക്കിനൊത്ത് അഭിനയിക്കാനും രാജേട്ടൻ്റെ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിരൂപങ്ങളെന്ന് പറഞ്ഞൊരു നാടകത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിപ്ലവകാരിയുടെ കല്യാണം പ്രായം കഴിഞ്ഞ് നിൽക്കുന്നൊരു സഹോദരിയായിട്ടാണ് അഭിനയിച്ചത്. അപ്പം എൻ്റെ ബ്രദർ വിപ്ലവകാരിയാന്ന് അറിഞ്ഞ് ലാസ്റ്റ് നിമിഷം കല്യാണം മുടങ്ങുന്നൊരു സീനുണ്ട്. കല്യാണം മുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ വരുന്ന 2 ഡയലോഗ്. അത് ഡയലോഗ് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് ഗ്രീൻ റൂമിൽ വന്നപ്പം കൂടെ അച്ഛനും ഉണ്ട്. സ്റ്റേജ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ്റെ നെഞ്ചി തട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കോംപ്ലിമെൻ്റായിട്ട് തോന്നി. അപ്പോൾ അടുത്തിരുന്ന പെട്ടെന്ന് അമ്മ പറഞ്ഞ്, അയ്യോ ഇത്രയും കാലമായിട്ട് അച്ഛൻ്റെ വായിൽ നിന്നൊരു കോംപ്ലിമെൻ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ആ കോംപ്ലിമെൻറ്റിൻ്റെ ആ തീവ്രത എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലൊരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ നല്ലത് ചില നമുക്ക് പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് തരുമായിരുന്നു അച്ഛൻ. അത് ഒരു ദിവസം കോളേജിൽ തന്നെ ഞാൻ അച്ഛൻ കൊണ്ടുവിടും. ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്, ഹോട്ടൽ പ്രീമിയർ എന്ന് പറഞ്ഞ് കോളേജ് ജംഗ്ഷനിൽ. അപ്പോൾ അച്ഛനെ എന്നെ കാറി കൊണ്ടുവിടുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ടിഫിൻ ബോക്സ് കാറി വെച്ച് മറന്നുപോയി. ഉച്ചയായപ്പോൾ അച്ഛൻ പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ 2 ദോശയും ചമ്മന്തി. പെട്ടെന്ന് അച്ഛൻ നല്ലപോലെ മീൻകറിയൊക്കെ കൂട്ടി കൊണ്ടുകൊണ്ട് ഇരിക്കുന്ന ഉടനെ തന്നെ അച്ഛൻ ചോറും കറിയൊക്കെ പാക്ക് ചെയ്ത് കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ടിഫിൻ എടുത്തില്ല, അതങ്ങ് വിട്ടുപോയി. കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് ഇവരുടെ അടുത്തൊരു ഭയങ്കര ഫയറിങ് നടത്തി. മേലെ ചോറല്ലാതെ പിള്ളേർക്കൊന്നും കൊടുത്തു വിടരുത്, അങ്ങനെയൊക്കെ കൊച്ചു കാര്യമാണെങ്കിലും അത് വലിയ ഇതായിട്ട്. അങ്ങനെ യൂണിയൻ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അവാർഡ് കിട്ടി. എൻ്റെ സിസ്റ്ററാണ് ആ നാടകം സെലക്ട് ചെയ്തത്, ഞങ്ങളെ പഠിപ്പിച്ചതും. പക്ഷെ അതിൻ്റെ പിന്നിൽ അവാർഡ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എൻ്റെ ബ്രദറാണ്. അതിൻ്റെ ലൈറ്റപ്പ് എനിക്കറിയത്തില്ല കേട്ടോ, അവർ 2ൻ്റെ ശ്രമമാണ്, അല്ല ഞാൻ നിന്ന് കൊടുത്തതേ ഉള്ളൂ. എനിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ട അവർക്ക് 2 പേർക്കുമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒത്തിരി റിസ്ക് എടുത്തു മുകേഷ് അതിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ആ മുഹൂർത്തം പങ്കിടാൻ അച്ഛനില്ല. അച്ഛനെ കാണിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് അവാർഡ്. അപ്പോൾ അച്ഛനൊന്ന് മലബാർ സൈഡ് നാടകത്തിന് പോയിക്കുമായിരുന്നു. അപ്പം ടെലിഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ കുറവാണ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കല്ല, എനിക്ക് അങ്ങോട്ട് വിളിക്കാനും വഴിയില്ല. ആ 2 ദിവസം ഞാൻ അനുഭവിച്ച അസ്വസ്ഥത ഇതൊന്ന് അച്ഛൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ അച്ഛൻ അറിഞ്ഞില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ രാവിലെ അച്ഛൻ വരുന്നതിൻ്റെ തലേന്ന് രാത്രി ഉറക്കമില്ല, ഇത് വന്ന് ഈ ന്യൂസ് അടിച്ചോളാൻ വയ്യ. അങ്ങനെ വണ്ടി വന്നു, വീടിൻ്റെ മുമ്പ് വരെ വാൻ വരത്തില്ല. ഒരു വളവുണ്ട്, അവിടെ ഇട്ട് വണ്ടി എടുത്ത് റിവേഴ്സ് എടുത്ത് ആ ശബ്ദം കേൾക്കുമ്പോഴേ ഞങ്ങൾ കഥ തുറന്ന് ചെല്ലും റിസീവ് ചെയ്യാൻ വേണ്ടി. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ എന്നെ തൂപ്പിച്ചുകൊണ്ട് അച്ഛൻ കയ്യിലൊരു ഗിഫ്റ്റുമായിട്ടൊരു കോട്ടൺ സാരിയും മേടിച്ചുകൊണ്ട് തരുമായിരുന്നു. അച്ഛൻ പറഞ്ഞ അച്ഛൻ അറിഞ്ഞ്. അപ്പം അത് ഭയങ്കര ഒരു സർപ്രൈസ് ഗിഫ്റ്റും എന്തോ ഒരു അതൊക്കെയാണ് ഓർക്കാമല്ലേ സ്നേഹം. ഒരു നാടക മത്സരം കൊല്ലത്ത് നടക്കുകയാണ്. ഇപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പകുതി കറുപ്പ് പെയിൻറ്റ്, പകുതി വെളുത്ത പെയിൻറ്റ്, കഥാപാത്രങ്ങളല്ല വേറെന്തൊക്കെയോ അപ്സെറ്റ് ഡ്രാമയാണ്. അപ്പോൾ ഞാനൊക്കെ പ്രധാന നടന്മാരാണ്. അപ്പോൾ നോക്കിയപ്പോൾ അച്ഛനാണ് ജഡ്ജായിട്ട് വന്നിരിക്കുന്നത്. പലരും അങ്ങനെ ആ സമയത്താണല്ലോ. അപ്പോൾ നാടക മത്സരം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാനതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനകത്തുള്ള
ഈ ട്രൂപ്പിൻ്റെ ലീഡർ അല്ലെങ്കിൽ സംവിധായകൻ ആ പുള്ളി ഒരു പെട്ടെന്നൊരു ബുദ്ധി, അങ്ങനെ മുകേഷ് ബാബു എന്നാണ് എൻ്റെ പേര്. അപ്പം ജഡ്ജ് അച്ഛനായതുകൊണ്ട് അവാർഡിഞ്ഞ് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് പേര് അനൗൺസ് ചെയ്ത മുകേഷ് ഓ മാധവൻ എന്ന് പറഞ്ഞ് പേര് അനൗൺസ് ചെയ്തു. അപ്പോൾ അച്ഛനൊന്നും മനസ്സിലാക്കട്ടെ എന്ന്. പക്ഷെ പുള്ളി അതൊന്നും കേട്ടൊന്നുമില്ല. പുള്ളി നാടകം കണ്ടിരുന്നപ്പം ഒരു കഥാപാത്രം സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അപ്പം എൻ്റെ അച്ഛനെ കണ്ടോ, മറ്റേ എന്തിനാ കൊല്ലാനാ, നിൻ്റെ അച്ഛനെ നീ എന്തിനു കൊല്ലുന്നത്? എൻ്റെ പെങ്ങളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, അതുകൊണ്ട് ഞാൻ അതിനകത്തൊക്കെ വേറെ അർത്ഥമാണ്, എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഡയലോഗ് പറയുന്ന ഇതാണ്, എൻ്റെ പെങ്ങളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലും. അപ്പോൾ നാടാൻ കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞു അടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇവിടെ കളിച്ചിരുന്നതിനെ അടി കൊടുക്കണം, ഇവരൊക്കെ വഴിതെറ്റിച്ചിരിക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് പിടിക്കേണ്ടത് ഇവർ. അങ്ങനെ അച്ഛൻ മൈക്ക് കൂടെ ഭയങ്കര, അപ്പോൾ പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന നാടകം ഞങ്ങൾ ഭയങ്കര നിന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഭാരവാഹി എന്ന് പറഞ്ഞ്, അല്ല സാറേ ഇതിപ്പോൾ അഭിനയിച്ച് അവർക്കും അടി കൊടുക്കണം, അല്ലെ സാറിൻ്റെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വെള്ളയും എന്തോ ചെയ്യാനാണ് നിന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി കളഞ്ഞു. മോൾക്ക് ഉണ്ട് കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അവള് കലാകാരിയാണോ? എന്താണ് ഇഷ്ടം? ഡാൻസ് ആണോ, പാട്ടാണോ, ആക്ടിംഗ് ആണോ? അച്ചാച്ചൻ്റെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് കുറച്ച്. അച്ചാച്ച അഭിനയിച്ച ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അമ്മയെ പോലെ തന്നെ മുകേഷിനും സന്ധ്യയ്ക്കും ജയശ്രീക്കും ഒക്കെ പ്രിയപ്പെട്ട ആളാണ് ഇവരുടെ കുഞ്ഞമ്മ. കുഞ്ഞമ്മയെയും കുഞ്ഞമ്മയുടെ മരുമകളെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുഞ്ഞമ്മയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ 3 പേരുടെയും അമ്മ കുഞ്ഞമ്മയാണ്. കാര്യം നാടകം രാവിലെ നാടകത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ കുഞ്ഞമ്മയും അമ്മയുടെ അമ്മ ഭാർഗവി അമ്മ മരിച്ചുപോയി. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഞങ്ങളെ വളർത്തി വഷളാക്കിയത്. അച്ഛനെ കണ്ട ഓർമ്മ എനിക്ക് ഇല്ല. പിന്നെ ചേട്ടൻ ആണ് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിച്ച് അയച്ചു. അച്ഛൻ ഇല്ലാത്ത വിഷമം അറിഞ്ഞിട്ടില്ല മരിക്കുന്നത് വരെ. കുഞ്ഞമ്മയുടെ ഭർത്താവ് ഇപ്പോൾ ബോംബെയിലാണ്, ഇളയ മോനും ഭർത്താവും ബോംബെ. അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല. ഇപ്പം ചേട്ടൻ പോയതിന് ശേഷം ചേച്ചിക്ക് കൂട്ടിയ. പിന്നെ ഇവരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ 3 പേരായിട്ടല്ല 4 പേരായിട്ടാണ് ചേട്ടൻ വളർത്തിയത്. മൂത്താള് ഞാൻ അങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഇയാളും 5 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. വെളിച്ചൻ്റെ എനിക്ക് നല്ലോണം അറിയാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിരുന്നു, അങ്ങനെ വരാറുണ്ടായിരുന്നു അവിടെ ബോംബെയിലേക്ക്. പിന്നെ ഇപ്പം ഞാൻ 5 ഇയേഴ്സ് കൊണ്ട് ഇവിടെയാണ്. അച്ഛനമ്മ ബോംബെയിലാണ്. പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനുമായിട്ട് എല്ലാം വെളിച്ചനാണ്. അത്രയ്ക്ക് എന്നെ നല്ലോണം നോക്കി. മീൻസ് എപ്പോഴും ഭയങ്കര ശ്രദ്ധയായിരുന്നു. വൈകിയാലും അത്രയ്ക്ക് ടെൻഷനൊക്കെ വെളിച്ചന ഭയങ്കര വൈകി കഴിഞ്ഞാലും ഞാൻ ഈ വീട്ടിലാണെന്നുള്ള തോന്നലാണ്. ഇനി വേദിയിലേക്ക് വരേണ്ട ഒരാളുണ്ട്, സഹാവ് സോമൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാം. എങ്ങനെയാണ് മാധവൻ സാറോട്ട് ഇത്രയൊരു ഡീപ്പായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാകുന്നത്? പല അനുഭവങ്ങളാണ് നമ്മളെ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു കലാകാരൻ എന്നൊക്കെയുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹത്തെക്കുറിച്ച്. അത്ര എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്താണ് മാധവൻ സാർ എന്ന് പറഞ്ഞത്. ഞാൻ പലപ്പോഴും അസ്വസ്ഥത തോന്നിയല്ലേ അസുഖം ഉടനെ ഫോണിൽ അല്ലാതെ വരണം. വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യമേ വിളിക്കുന്നത് എൻ്റെ തന്നെ. അത് ഞാനും മാധവൻ ചേട്ടനുമായിട്ട് 30-32 വർഷത്തെ ബന്ധങ്ങൾ നിലനിന്നപ്പോഴാണ് വേർപാടുണ്ടാകുന്നത്. അത് വളരെ വേദന ഉണ്ടാക്കിയതാണ്.
അപ്പോൾ അതിനു മുമ്പ് വരെ എന്ത് വിഷയങ്ങളുണ്ടായാലും ശരി, ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഈ 3 മക്കളുടെയും വിവാഹങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ വരെ എന്നെ വിളിച്ച് ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് എന്നെ ചുമതലപ്പെടുത്തിയാണ് ഈ വിവാഹങ്ങളെല്ലാം അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടിയിൽ തന്നെ പലർക്കും സംശയങ്ങളുണ്ട്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സോമനോട് മാത്രം മാധവന് ഇത്രയും ഒരു സ്നേഹം? മാധവൻ ചേട്ടനുമായിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് ബന്ധമുള്ളവരാണ് ഞങ്ങളോടൊന്നും അത് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് എൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ അദ്ദേഹത്തിന് തൃപ്തിയായതുകൊണ്ടായിരിക്കും എന്നെ കൂടുതൽ ഉൾക്കൊള്ളുന്നത്.